2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്കുള്ള കാരണങ്ങൾ അന്വേഷിക്കുകയും പരിശോധിക്കുകയുമാണ് CPM. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുതിരുത്തൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തന്നെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ P. രാജീവ് നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ ചർച്ചയാവുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മറ്റാരുണ്ട് LDF അല്ലാതെ. അതെ, CPM-ന്റെ 2026 തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യം. പക്ഷെ അത് പാർട്ടിയെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പം പറയുന്നത്. അതായത് പാർട്ടിക്ക് ഇത് തിരിച്ചടിയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു തിരിച്ചടിയായി. അതെന്താണ് അതിനുള്ള കാരണം? ഇതിൽ കാരണം പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർട്ടിക്കകത്ത് പിണറായിക്കെതിരെ നടക്കുന്ന ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമ്മൾ പുറത്ത് വിസിബിൾ ആവുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ പാർട്ടിക്കുള്ളിലും അതിശക്തമായിട്ട് പിണറായി വിമർശിക്കപ്പെടുന്നുണ്ട്. പിണറായിക്കെതിരെയുള്ള ഒരു പ്രസ്താവന തന്നെയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലപ്പുറത്ത് നടന്നൊരു EMS അനുസ്മരണ സെമിനാറിൽ വെച്ചാണ് പുള്ളി രാജീവ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ ശരിയായിട്ട് തള്ളിപ്പറയുകയും അതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്യാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, P. രാജീവ്. ഇത് പിണറായിക്കെതിരായിട്ടുള്ള, പിണറായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, അത് പൊതുജനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ എടുത്ത രീതി ശരിയായില്ല എന്നുള്ള കാര്യത്തിൽ, അത് പൊതുജനങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് മുസ്ലിം വിരുദ്ധ പരാമർശം ആയിട്ടാണ് ജനങ്ങളതിനെ എടുത്തത്. അതായത് അതിനർത്ഥം അദ്ദേഹം നടത്തിയത് മുസ്ലിം വിരുദ്ധ പരാമർശമല്ല, മുസ്ലിം ലീഗ് വിരുദ്ധ പരാമർശമാണെന്ന പൂർവ്വ നിലപാടെന്ന് അദ്ദേഹം മാറുന്നില്ല എന്നുള്ളതാണ്. ഒരു നിലപാടും അദ്ദേഹം തിരുത്തുകയോ മാറ്റുകയോ ചെയ്യാത്ത ഒരാളാണ്. അത് നമുക്കറിയുന്ന കാര്യമാണ്. അതെ, പിണറായി വിജയൻ. അപ്പോൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല. എന്നാൽ ആ നിലപാടിനോട് യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്ന പ്രസ്താവനയാണ് വ്യംഗ്യമായിട്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്, രാജീവ് നടത്തിയിട്ടുള്ളത്. ഇത് പാർട്ടി നിലപാട് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതേ കാര്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് MP ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനും പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ വെള്ളാപ്പള്ളിയുടെ നിലപാടിന് വിമർശിക്കാതിരുന്നത്, അതിനെ എതിർക്കാതിരുന്നതിൽ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പാർട്ടിയുടെ നിലപാട് ഇപ്പം അങ്ങനെ തന്നെയാണ്. അതായത് പിണറായിയുടെ നിലപാടിന് തികച്ചും വിരുദ്ധമായിട്ടുള്ള ഒരു പൊസിഷനാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത്. അപ്പോൾ P. രാജീവ് നമുക്കറിയാം, അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ നിലപാടുകൾ എടുത്തിട്ടുള്ള പാരമ്പര്യം ഉള്ള ആളാണ്. അദ്ദേഹം മുമ്പ് സംവാദങ്ങളിൽ, ഈ പാർട്ടി സംവാദങ്ങളിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ചെറുപ്പകാലത്ത് തന്നെ, മുമ്പ് ദേശാഭിമാനിയിൽ അദ്ദേഹം എഴുതിയൊരു ലേഖനം, സ്വത്വവാദ നിലപാടുള്ള പാർട്ടി ബുദ്ധിജീവികൾക്കെതിരെ, KN കുഞ്ഞഹമ്മദ്, PK പോക്കർ ഇവർക്കെതിരെ പണ്ടൊരു ലേഖനം എഴുതുന്നുണ്ടായി. ഇവർ പാർട്ടിക്കകത്തേക്ക് സ്വത്വവാദത്തെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്, മൗദൂദിയൻ ആശയങ്ങളൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ലേഖനം വലിയ വിവാദമായിരുന്നു. ആ കാലത്ത് KN കുഞ്ഞഹമ്മദിന് പാർട്ടി വേദികൾ നഷ്ടപ്പെട്ടു. SFIയുടെ DYFIയുടെ എല്ലാ വേദികളിലും സജീവ സാന്നിധ്യമായിരുന്ന വലിയ ആരാധക വൃന്ദത്തെ തന്നെ സൃഷ്ടിച്ചിരുന്ന KN കുഞ്ഞഹമ്മദ് പെട്ടെന്ന് പാർട്ടി വേദികളിൽ നിന്ന് അപ്രത്യക്ഷനായി. അതുപോലെ PK പോക്കർ ഏതാണ്ട് മാഞ്ഞുപോയി. ആ തരത്തിലുള്ള സംവാദങ്ങളിൽ പാർട്ടിക്കകത്ത് നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ആ സ്വഭാവം ഉള്ള നേതാക്കൾ വളരെ കുറവാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ M. സ്വരാജ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം എപ്പോഴും പോളണ്ടിൻ്റെ കാര്യമേ പറയുള്ളൂ, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലെ കാര്യങ്ങളെ പറയുള്ളൂ. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അദ്ദേഹം ഈ തരത്തിൽ ഇടപെടൽ നടത്തുന്ന രീതി സ്വരാജനില്ല. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്വഭാവക്കാരനാണ് ഇദ്ദേഹം പാർട്ടി ചർച്ചകളിൽ ഏർപ്പെടും, പാർട്ടി സംവാദങ്ങളെ സൃഷ്ടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഒരു പാർട്ടി സംവാദത്തിനുള്ള ഒരു വഴി തന്നെയാണ്. ഇത് പാർട്ടിക്കുള്ളിലെ പിണറായിക്കെതിരായിട്ടുള്ള ഒരു സമരം തന്നെയാണ്. പക്ഷെ അതൊരു പൊട്ടിത്തെറിയാവുന്നില്ല കാണാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പല കാരണങ്ങളുണ്ടായിരിക്കും. ഒന്നാമത്, ഇത് പാർട്ടിക്കുള്ളിൽ സംസാരിച്ച് തീർക്കേണ്ടതാണ് എന്നൊരു പാർട്ടി ബോധ്യം ആയിരിക്കാം ഒന്ന്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പിണറായി വിജയൻ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ അതിശക്തൻ തന്നെയാണ്. കാരണം 2 ടേം
ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഇത് പാർട്ടി ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത, സംസ്ഥാന രാഷ്ട്രീയത്തിലും അപൂർവമാണ്. അപ്പോൾ ഇതൊരു ഇത്ര ശക്തനായിട്ടുള്ളൊരു നേതാവിനെതിരെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പാർട്ടിക്കുള്ളൊരു വിഭാഗീയത സൃഷ്ടിക്കും. വിഭാഗീയത ഉണ്ടാവുന്ന ഒരു ഘട്ടം വന്നാൽ അവിടെ പിണറായിക്ക് വീണ്ടും അപ്പർ ഹാൻഡ് കിട്ടും. കാരണം പിണറായി ഇതൊക്കെ കുറേ കളിച്ചു വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ പോലെ സ്റ്റാച്ചറിൽ അത്രയും ഔന്നത്യമുള്ള നേതാക്കൾക്ക് നിന്ന് പാർട്ടിയിൽ ആരുമില്ല. യുവ നേതാക്കൾക്കൊന്നും അതിനുള്ളൊരു താക്കത്ത് ഉണ്ടെന്ന് പറയാൻ വയ്യ. സ്വാഭാവികമായിട്ട് വീണ്ടും പിണറായിക്ക് അപ്പർ ഹാൻഡ് കിട്ടാനുള്ള ഒരു വഴി ഒരുക്കുന്നതായിരിക്കും ഇനിയൊരു വിഭാഗീയത പാർട്ടിക്കകത്ത് ഉണ്ടായാലും. അപ്പോൾ വിഭാഗീയത ഇല്ലാതെ തന്നെ പിണറായിയുടെ സിദ്ധാന്തങ്ങളെ, നിലപാടുകളെ അടിച്ചൊതുക്കുക എന്ന സമീപനമായിരിക്കും എനിക്ക് തോന്നുന്നു യുവ നേതാക്കൾ, പി രാജീവാണെങ്കിലും സ്വരാജ് ആണെങ്കിലും മറ്റ് ആരാണെങ്കിലും എടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പി രാജീവ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇപ്പം മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് പറയുന്നത്, അതൊരു പരിധിവരെ ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയൻ എന്ന നേതാവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണങ്ങൾ CPM കണ്ടെത്തിയിരുന്നു. അതിൻ്റെ അത് പറയുന്നൊരു പല കാരണങ്ങൾ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി വിഷയം പറയുന്നുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള പറയുന്നുണ്ട്, വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ BJP വോട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടത് പറയുന്നുണ്ട്, BJP വോട്ടുകൾ കുറഞ്ഞു എന്നടക്കം പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ നിരവധി കാരണങ്ങൾ പറയുമ്പോഴും അതിൻ്റെ അകത്ത് തന്നെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് താഴെത്തട്ട് വരെ പാർട്ടിക്ക് സംഘടനാപരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളൊരു ചെറിയ കണ്ടെത്തലുണ്ട്. ആ കാര്യം ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, അത് പാർട്ടിക്കുള്ളിലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അത് ആ പോയിന്റ് അവർ പാർട്ടി പുറത്തിറക്കിയ പോയിന്റിൽ ഏറ്റവും താഴേക്കായിട്ടാണ് ഈ സാധനം വരുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണ്. അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തിയാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയാൽ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പിണറായി വിജയനിലേക്ക് വരെ വിരൽ ചൂണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിൽ നിന്നൊക്കെ ഒന്ന് ഒളിച്ചോടാനും അതിൽ നിന്നൊക്കെ പിണറായി വിജയനെ ഒരു സംരക്ഷിക്കാനും മാത്രമായിരിക്കും ഇപ്പോൾ ഈ രാജീവ് ഇപ്പം ഇങ്ങനെയൊരു പരാമർശം നടത്തിയത്. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു പരാമർശം, മറ്റാരുണ്ട് LDF അല്ലാതെ എന്നൊരു പരാമർശം തിരിച്ചടിയായെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 2016 ഇവർ പറഞ്ഞ എന്തായിരുന്നു? LDF വരും എല്ലാം ശരിയാവും. അതുപോലെ തന്നെ 2021 പറഞ്ഞിട്ടുണ്ടല്ലോ, അതെ, ഉറപ്പാണ് LDF. ഈ രണ്ട് മുദ്രാവാക്യങ്ങളും അവിടെ സേഫാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് രണ്ടിടത്തും ജയിച്ചു. 2 ടൈം 2016 2021 ജയിച്ചത് കൊണ്ട് അത് സേഫായിട്ടില്ല. ഇപ്പൊ ഇവിടെ തിരിച്ചടി ഉണ്ടായപ്പോൾ, വലിയ തിരിച്ചടി, പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടായപ്പോൾ മാത്രമാണ് ഇപ്പൊ ഇവര് പറയുന്ന ഇവരുടെ ഈ മുദ്രാവാക്യം തിരിച്ചടിയായെന്ന് ഇവർ പറയുന്നത്. അതാ തിരിച്ചടിയായെന്ന് പറഞ്ഞു വരുന്നത് ഇതിന് സമാനമായിട്ടുള്ള സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു മുമ്പും ഉണ്ടായിരുന്നത്. അത് ഇപ്പൊ ഇവര് ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സർക്കാരിനെതിരെ ഉണ്ടായ ഒരു കടുത്ത ഒരു എതിർപ്പുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അല്ലെങ്കിൽ ഒരു നല്ല ശതമാനം പേർക്ക് മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്ന അന്നത്തെ പിണറായി വിജയനെതിരെ ഉണ്ടായ ഒരു വലിയൊരു അമർഷം ഉണ്ടായി. അതൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ കാരണമായത്. വികസനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. വികസനം ചർച്ചയായിരുന്നെങ്കിൽ ഈ LDF ഒരു പ്രശ്നവുമില്ലാതെ തന്നെ അധികാരത്തിൽ വന്നേനെ. പക്ഷേ വികസനം ഒരിടത്തും ചർച്ചയില്ല. എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു പിടിവാശി കാര്യം പറഞ്ഞിട്ട് CPM LDF വരുന്നു. പക്ഷെ ജനങ്ങളൊന്നും കണ്ടില്ല. ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് ഈ സ്വർണ്ണക്കൊള്ള പോലുള്ള വിഷയങ്ങളും ശബരിമല വിഷയങ്ങളും ഈ പിണറായി വിജയന്റെ മകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് മാധ്യമങ്ങൾ കത്തിച്ചതും. ഇപ്പോൾ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങളെ കുറ്റം പറയുന്നുണ്ടല്ലോ, ഈ മാധ്യമങ്ങളും ഏറ്റെടുത്തത് അതാണ്. പക്ഷെ ജനങ്ങളും അത് ഫോളോ ചെയ്തതും അവരുടെ മുന്നിലേക്ക് എത്തിയത് ഇതാണ്. അവിടെ വികസന പ്രവർത്തനങ്ങളും സർക്കാർ നടത്തിയ ഇടപെടലുകളും ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും അവിടെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചുമില്ല. ആർക്ക്? അന്ന് മുഖ്യമന്ത്രിക്കും പിണറായി വിജയനും സംഘത്തിനും ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ പൂർണ്ണമായിട്ട് സാധിച്ചില്ല. അതാണ് തിരിച്ചടിക്കുള്ള ഒരു കാരണമായിട്ട് എനിക്കന്ന് തോന്നിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ രാജീവ് പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം വെള്ളാപ്പള്ളിനെ ആ ഘട്ടത്തിൽ തന്നെ തള്ളി പറയേണ്ടതായിരുന്നു. എന്തിനാണ് ആ ഘട്ടത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇപ്പം പി രാജീവിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിന് മനസ്സിലാക്കാൻ അന്നും സാധിക്കുന്നുണ്ട്, ഇന്നും സാധിക്കുന്നുണ്ട്. അന്ന് എന്തുകൊണ്ട് അദ്ദേഹം തിരുത്തിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയേണ്ട വേദികളിൽ അദ്ദേഹം ഈ കാര്യം പറഞ്ഞില്ല എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പത്മകുമാറിന്റെ വിഷയത്തിൽ ഇപ്പോൾ പത്മകുമാറിനെ ഇപ്പം പാർട്ടിയിൽ നിന്നപ്പോൾ
സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വളരെ വൈകിയെടുത്തൊരു വളരെ വൈകിയെടുത്ത തീരുമാനം. അന്ന് എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തില്ല? എല്ലാവരും നിശബ്ദരായിരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ വളരെയധികം നിശബ്ദത പാലിച്ചു. അതായത് നമ്മളിപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് LDFനും CPMനും ഉണ്ടായ തിരിച്ചടി നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് വേണമെങ്കിൽ ഈ വിഷയം എത്താമായിരുന്നു. കാരണം ഇത് BJPയും കോൺഗ്രസും ഒരുപോലെ ആയുധമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ള. അത് മാത്രം അവർ ഹൈലൈറ്റ് ചെയ്തു പല ഘട്ടങ്ങളിലും. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തരുത്, അത് ചർച്ച ചെയ്യപ്പെടില്ല എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അവരപ്പോൾ സ്വാഭാവികമായിട്ട് സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ നന്നായിട്ട് അവതരിപ്പിച്ചു. എപ്പോഴും ആ വിഷയം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അത് ഇങ്ങനെ കത്തിച്ച് നിർത്താൻ പറ്റി. പക്ഷെ അവിടെ LDFന് പ്രതിരോധം തീർക്കാൻ സാധിച്ചിട്ടില്ല, CPMന് പ്രതിരോധം തീർക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഈ ന്യായീകരണം പറയുന്ന രാജീവിന് പോലും അന്ന് പ്രതികരണം നടത്താനോ പ്രതിരോധിക്കാനോ സാധിച്ചിട്ടില്ല. അന്ന് ഇതൊക്കെ സാധിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പറയുന്നത് ഇങ്ങനെ വെള്ളാപ്പള്ളി വിഷയം തിരിച്ചടിയായി, അതുപോലെ തന്നെ സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി എന്നൊക്കെ പറയുമ്പോൾ ഇടപെടലുകൾ നടത്തിയിരുന്നെങ്കിൽ ഇതിങ്ങനെ ആയിരുന്നില്ല ഫലം ഉണ്ടാകുക. ഇത് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഇടപെടലുകളിൽ ഇല്ലാതിരുന്നതിന് നമ്മൾ സംശയിക്കേണ്ട ഒരു കാരണം പിണറായിയുടെ അപ്രമാദിത്വമാണ്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആശാസ്യമല്ലാത്ത തരത്തിൽ പാർട്ടിയെ മൊത്തം വിഴുങ്ങുന്ന തരത്തിൽ അദ്ദേഹം മാറിയിരുന്നു. MLA-മാർക്കും അതുപോലെ ഉന്നതരായിട്ടുള്ള മറ്റ് രാഷ്ട്രീയ പദവികളിൽ ഇരിക്കുന്നവർക്കൊന്നും ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു തരത്തിലും ഇടപെടാൻ ശേഷിയില്ലാത്ത വെറും ഈ വികസനം നടപ്പാക്കുന്ന കുറേ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ ഒരു ആൾ എന്ന നിലയിലൊക്കെ MLA-മാരൊക്കെ മാറുകയാണ് ചെയ്യുന്നത്, മന്ത്രിമാരും MLA-മാരൊക്കെ. ബാക്കി എല്ലാ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള P. ശശിയെ പോലുള്ള രാജഗുരുക്കളെ പോലുള്ള കുറച്ച് ആളുകൾ മാത്രം കാര്യങ്ങൾ നടത്തുന്നു. ഈ തരത്തിൽ കാര്യങ്ങൾ മാറിയിരുന്നു. അദ്ദേഹവും കുറച്ച് ഉപദേശകർ എന്ന നിലയിൽ കൂടിയിട്ടുള്ള വൃന്ദങ്ങളും കൂടി കാര്യങ്ങൾ നടത്തുന്നത്. ഇത് വലിയ ഒരു തരത്തിൽ ജനങ്ങളിൽ നിന്ന് ഈ MLA-മാരും അതുപോലെ മന്ത്രിമാരൊക്കെ അകലുന്നതിന് കാരണം തീരുമാനങ്ങൾ ആ ഭാഗത്ത് നിന്നില്ല. ഈ പശുവും തൊഴുത്തും കൊടുക്കേണ്ട ആളുകളല്ല MLA-മാർ. അവർ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ ഇടപെടലുകൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തേണ്ടവരാണ്. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണം ഇല്ലാതായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊരു വലിയ തോതിൽ പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു ഘടകമാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയിൽ വരേണ്ടതാണ്. അതായത് സത്യം പറഞ്ഞ ജനകീയ വിഷയങ്ങളിലടക്കം MLA-മാരിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതിന് ഡിസിഷൻ എപ്പോഴും മോളിൽ നിന്ന് വരണം എന്ന തരത്തിൽ ഇതെല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടു. എല്ലാം പിണറായിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു ജിവിൻ. വികസന സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ല. ജനങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കാതിരുന്നതിന് മറ്റൊരു കാരണം വികസനമാത്രവാദത്തിലേക്ക് കാര്യങ്ങളെ ചുരുക്കുന്ന പിണറായിയുടെ ഒരു നിലപാട്. അതായത് വികസനം കൊണ്ടുവരുന്നു, അത് വിജയിപ്പിക്കുന്നു, വിജയം എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കും എന്നതാണ് പിണറായി വിജയൻ്റെ ഒരു ഫോർമുല. ഇതിനോട് ജനങ്ങൾ കാണിക്കുന്ന ഒരു പ്രതിപത്തി കൂടിയായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. പൊതുവിൽ ചില CPM നേതാക്കളും ചില CPM ബുദ്ധിജീവികളും അടക്കം രഹസ്യമായിട്ടെങ്കിലും മനസ്സിലാക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് പാർട്ടിയുടെ വികസനമാത്ര നിലപാട് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല, ഇത് മുമ്പോട്ട് പോവില്ല. ഇത് പ്രത്യയശാസ്ത്ര കാര്യങ്ങളിലേക്ക് കൂടെ നമ്മൾ സ്വയം ഇടപെടലുകൾ നടത്തേണ്ടതുള്ള നിലപാട് പൊതുവിൽ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവർ പോലും നിശബ്ദരായിരുന്നു, കാരണം ഇദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം. അപ്പോൾ ഇതൊരു പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരുന്നതിന് കാരണം ഈ PD രാജീവ് അടക്കമുള്ള സ്വരാജ് അടക്കമുള്ള യുവ നേതൃത്വത്തിനും കാര്യമായിട്ട് ഈ സംവാദങ്ങൾ അന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ ഒരു ഫലം കൂടിയാണ്. അതുപോലെ ഇപ്പോൾ സന്ദീപ് പറഞ്ഞാൽ ഈ യുവ നേതാക്കളുടെ കാര്യം പറഞ്ഞു. അന്നത്തെ ഒരു വലിയൊരു കാര്യമായിരുന്നു അത്. കാരണം വെച്ചാൽ ഇടപെടലുകൾ മുഖ്യമന്ത്രിക്കെതിരെയും നമ്മളെപ്പോഴും പറയുന്നുണ്ട്, പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രിക്കൊരു പ്രഷർ ഉണ്ടാവുന്നില്ല, അല്ലെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടില്ല. അതിന് ഒരു പരിധിവരെ കാരണം ചിലപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തുടർച്ചയായിട്ട് 2 തവണ അധികാരത്തിൽ എത്തിയൊരു സർക്കാരാണ് LDF സർക്കാർ. അതിന് കാരണക്കാരനായിട്ട് മുന്നിൽ നിന്ന് നയിച്ചത് പിണറായി വിജയനായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഈ 2021 അതിനുശേഷവും ഒരു ഘട്ടത്തിൽ പോലും ഈ നിയന്ത്രിക്കാനൊന്നും പാർട്ടിക്കും സാധിക്കാതെ പോയത്. കാരണം പിണറായി വിജയന് പല ഘട്ടങ്ങളിലും ഒരു തുറന്നു വിട്ടൊരു നിലയിലായിരുന്നു. അതൊക്കെ തന്നെയാണ് പാർട്ടി തിരിച്ചടിയായത് തെരഞ്ഞെടുപ്പിൽ. ഇതിൽ
ആളുകൾക്ക് ഇതിൽ പിണറായിയുടെ ഒരു സമീപനത്തിൽ വന്ന വലിയൊരു മാറ്റമുണ്ട്. ഒരു 2016 വരെ നമ്മൾ കണ്ടിരുന്നതാണ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കില്ല, പക്ഷേ പൊതുവേദിയിൽ സംസാരിക്കും. അപ്പോൾ പൊതുവേദിയിൽ ജനങ്ങളോട് സംസാരിക്കുന്ന രീതിയാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. അപ്പോൾ ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. ജനങ്ങളോട് സംസാരിക്കുന്ന നേതാക്കളെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല, അതിലൊരു സംശയം വേണ്ട. മൻമോഹൻ സിംഗ് ഒരക്ഷരം മിണ്ടിയിരുന്നില്ല, വാർത്താ സമ്മേളനത്തിലും വരില്ല, പൊതുവേദിയിലും വരില്ല. വാർത്താ സമ്മേളനം താരതമ്യേന ബെറ്ററായിരുന്നു, അതല്ല പറയുന്നത്. പക്ഷേ നിരന്തരമായിട്ട് ജനങ്ങളോട് സംവദിക്കുക എന്നുള്ളൊരു പരിപാടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മോദിയെ എത്ര അധികം നമ്മൾ കുറ്റം പറയാറുണ്ട്, മോദി വാർത്താ സമ്മേളനം വിളിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. മൻ കി ബാത്ത് ഉണ്ട്, അതുപോലെ പൊതുസമ്മേളനങ്ങളുണ്ട്, ഇതിലൊക്കെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന് ആളുകൾ വിമർശിക്കുമ്പോഴും അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ളത് നടക്കുന്നുണ്ട്. അത് ആ ഒരു സംഗതി, ആ സംവാദം എപ്പോഴും ജനങ്ങളായിട്ടുള്ള ആ ബന്ധം ഒരു നേതാവ് എപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ പിണറായി വിജയൻ ഈ അവസാന ഘട്ടത്തിലേക്കൊക്കെ, ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ ആകുമ്പോഴത്തേനും പല വിഷയങ്ങളിലും പൂർണ്ണ നിശബ്ദത പാലിച്ചു. അല്ലെങ്കിൽ വളരെ ജനങ്ങളിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ മാത്രം ശബ്ദിക്കാൻ തീരുമാനിച്ചു. അതും പലതും വാർത്താക്കുറിപ്പുകളും റിലീസുകൾ മാത്രമായി. ആ തരത്തിൽ ജനങ്ങളോടുള്ള ഒരു അടുപ്പം അദ്ദേഹം വിട്ടുകളഞ്ഞു. അദ്ദേഹത്തിൻ്റെ പഴയ ശൈലിയെ ഇല്ലാതായി. പല കാരണങ്ങളുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം, അദ്ദേഹത്തിൻ്റെ തിരക്കുകളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത സ്ഥിതികൾ വന്നിരിക്കാം. എന്താണെങ്കിൽ പോലും ജനങ്ങളോട് സംവദിക്കുന്ന ആ രീതി, അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷവും നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ വരുന്നില്ല, ആളുകളോട് സംസാരിക്കുന്ന പ്രതികരണങ്ങൾ വരുന്നില്ല, പല പ്രധാന വിഷയങ്ങളും. അപ്പോൾ ഈ ഒരു പ്രശ്നം ഭരണത്തിൻ്റെ അവസാന കാലത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ഒരു വലിയ തിരിച്ചടിയായിട്ടുണ്ടാവാം എന്ന് കാണാവുന്നതാണ്. ഇപ്പോൾ ഏതായാലും ഈ രാജീവ് പറഞ്ഞ കാര്യമുണ്ട്, അത് അതേലും ഇനി ചർച്ചയാകട്ടെ. എന്താണ് CPM സംഭവിച്ചത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചെന്താണെന്ന് കണ്ടെത്തണ്ടേ. കൂടുതൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകട്ടെ. പാർട്ടി തിരുത്തട്ടെ എന്ന് നമുക്ക് നോക്കാം.